മറ്റൊരാളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് ഒരു വ്യക്തി അവൾ ഒരു ചീരോ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയാണെങ്കിലും അല്ലെങ്കിലും മറ്റേതെങ്കിലും മതസ്ഥരായാലും നിർബന്ധം ചെയ്യാനോ വിലക്കാനോ അധികാരമില്ല. അവകാശമുള്ള ചില പ്രത്യേകത സ്ഥാപനങ്ങൾക്ക്, അതായത് ഉദാഹരണത്തിന് സ്കൂള്, കോളേജ്, ഓഫീസുകൾ, അവിടുത്തെ ഡ്രസ്സ് കോഡ് നയങ്ങൾ അനുസരിച്ച് അവയുടെ ഭരണഘടനയോട് വിരുദ്ധമാകാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു സ്കൂൾ എല്ലാ കുട്ടികൾക്കും ഒരേ യൂണിഫോം നിർബന്ധമാക്കിയാൽ അതിൻ്റെ ചട്ടപ്രകാരം എല്ലാവരും അത് പാലിക്കേണ്ടി വരാം. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക്, പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളോട് ഇത് ധരിക്കരുത് എന്ന് പറയുന്നത് നിയമപരമായി തെറ്റും പലപ്പോഴും വിവേചനമോ മതപരമായോ ഇടപെടലും കണക്കാക്കപ്പെടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രുദ്രാക്ഷം, കുരിശ്, പൊട്ട്, കുങ്കുമം, ചന്ദനം, രക്ഷാബന്ധൻ ചരടുകൾ, വ്രതവസ്ത്രങ്ങൾ, വിശുദ്ധ മെഡലുകൾ, ഡർബൺ, ഇതൊക്കെ ധരിക്കുന്ന ആളുകൾ കുട്ടികളാണല്ലോ സ്കൂളിൽ വരുന്നത്. അവരോട് അങ്ങനെ ധരിച്ചു വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും മതപരമായിട്ടല്ലേ? അപ്പോൾ അങ്ങനെ വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടി ഇനി വേണ്ട. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുക.